കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്ക് 1000 നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ നടത്തിയത്. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. അകമ്പടി നായകനായ നെബൂസർആദാൻ യിരെമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്: ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയവരായ യെരുശലേമിലെയും യഹൂദയിലെയും സകല ബന്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്: നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്ക് കേൾക്കാതിരിക്കുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ, നിന്റെ കൈമയുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ, ദേശമൊക്കെ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗെദല്യാവിൻ്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിൻ്റെ മധ്യേ പാർക്ക. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്ര അയച്ചു. അങ്ങനെ യിരെമ്യാവ് മിസ്പയിൽ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകാത്ത ദേശത്തെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടിൽ പുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പയിൽ ഗെദല്യാവിൻ്റെ അടുക്കൽ വന്ന് നെഫന്യാവിൻ്റെ മകനായ ഇശ്മയേൽ, കോരഹിൻ്റെ പുത്രന്മാരായ യോഹന്നാനും യോനാഥാനും, തൽഹൂമൻ്റെ പുത്രനായ സെരായാവും, നെട്ടോഫാത്യാവിൻ്റെ ഏഫായുടെയും പുത്രന്മാർ, മാഗാദിൻ്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ. ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് പറഞ്ഞു തന്നാൽ: നിങ്ങൾ കൽദായരെ സേവിപ്പാൻ ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ. എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദായർക്ക് ഉത്തരവാദിയായി മിസ്പയിൽ വസിക്കും. നിങ്ങളോ
വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണത്തിൽ പാർത്തുകൊള്ളുവിൻ. അങ്ങനെ തന്നെ മോവാബിലും ആമോന്യരുടെ ഇടയിലും ഏദോമിലും മറ്റു ദേശത്തിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദാദേശത്ത് ഗദല്യാവിൻ്റെ അടുക്കൽ മിസ്പയിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരേഹിൻ്റെ മകനായ യോഹന്നാനും നാട്ടിന് പുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പയിൽ ഗദല്യാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നിന്നെ കൊന്നുകളയേണ്ടതിന് ആമോന്യരുടെ രാജാവായ ബാലീസ് നെഥന്യാവിൻ്റെ മകൻ ഇസ്മയേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേഹിൻ്റെ മകനായ യോഹന്നാൻ മിസ്പയിൽ വെച്ച് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ ചെന്ന് ആരും അറിയാത്ത നെഥന്യാവിൻ്റെ മകനായ ഇസ്മായേലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാൻ തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവ് കാരേഹിൻ്റെ മകൻ യോഹന്നാനോട്, നീ ഈ കാര്യം ചെയ്യരുത്. നീ ഇസ്മായേലിനെ കുറിച്ച് ഭോഷ്ക് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. താഴ്വരയിൽ ഭയം കൂടാതെ നടത്തിയതാ, വശമേടുകളിൽ കാരൻ പിടിച്ചു നടത്തുകയാ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്.